ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോയിൽ വസിക്കുക എന്നതിനെ കുറിച്ച് കുറച്ചു നേരം നമുക്ക് ചിന്തിക്കാം. ഈശോ നമ്മുടെ ആരാ? ഈശോ നമ്മുടെ രക്ഷകനാണ്. എങ്ങനെയാണ് ഈശോ നമ്മളെ രക്ഷിക്കുന്നത്? ഈ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. 5-ാം ക്ലാസ്സില് ഞങ്ങളുടെ പള്ളിയിൽ വെച്ചിട്ട് ഫാദർ ബെന്നി നാരകത്തിനാൽ അച്ഛന്റെ ലക്ഷ്യോ ദിവീനിയ എന്ന വിശുദ്ധ വായന എന്നായിരുന്നു ടോപ്പിക്. ആ 3 ദിവസം ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ മരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. വാതിക്കൽ എത്തിയപ്പോ മാലാഖ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തില് പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അകത്ത് കയറ്റാമെന്ന് പറഞ്ഞു. അപ്പം ജീവന്റെ പുസ്തകം തുറന്നു നോക്കിയപ്പോ ഈ ആത്മാവിന്റെ പേരില്ല, ഇയാളുടെ പേരില്ല. ഈ ആത്മാവിന്റെ പേരിൽ കുറെ പാപങ്ങളുണ്ട്. ആത്മാവിനങ്ങ് വിഷമായി. അപ്പം യേശു ഈ ആത്മാവിന്റെ അടുത്തോട്ട് വന്നു. അപ്പം ഈശോയ്ക്ക് അറിയാം ഈ ആത്മാവിനെ. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു ആത്മാവാണിതെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പം ഈശോ പിതാവിനോട് പറഞ്ഞു, അപ്പ ഒരു തെറ്റിന് എത്ര ശിക്ഷയുണ്ട്? അപ്പൊ പിതാവ് പറഞ്ഞു, ഒരു തെറ്റിന് ഒരു ശിക്ഷയുള്ളൂ. അപ്പം ഈശോ പറഞ്ഞു, ഇവന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയല്ലേ ഞാൻ എൻ്റെ മുറിവുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈശോ പറഞ്ഞു, ഇവന്റെ പാപങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും സഹനങ്ങളൊക്കെ സഹിച്ചത്. ഇവനെ കയറ്റി വിടപ്പാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഇത് കേട്ട് പിന്നെ എൻ്റെ ആദ്യകുർബാനയ്ക്ക് എന്നെ ഒരുക്കിയ സിസ്റ്റർ വാചന എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം സിസ്റ്റർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പോയി. നമ്മുടെ വിശ്വാസം എന്താണ്? ഈശോ മരിച്ചതിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചു എന്നാണ്. ആ രക്ഷ ശരിയാണ്, രക്ഷയുണ്ട്. പക്ഷെ ആ രക്ഷ നമുക്ക് എങ്ങനെ ലഭിക്കും? അപ്പോ ഇങ്ങനെ പതുങ്ങി. ഇപ്പം സിസ്റ്റർ പറഞ്ഞു, നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ഈശോയിൽ നമ്മൾ വിശ്വസിക്കണം. ഈശോയ്ക്ക് നമ്മെ അറിയാനും നമുക്ക് ഈശോയെ അറിയാനുള്ള കുറുക്ക് വഴി വിശുദ്ധ കുർബാന സ്വീകരണമാണ്. കുർബാനയെ പറ്റിയിട്ട് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഇനി മൂന്നാമത്തെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് നമുക്കിത് സംഭവിക്കും. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കും. ഈശോ മനുഷ്യനായി ജനിച്ചത് വിശുദ്ധ കുർബാനായി തീരാനാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് വിശുദ്ധ കുർബാനായി തീരാനാണ്. ഈശോ ഗെത്സമനിയിൽ ചോര ഉയർത്തത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ടത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. മുൾമുടി ധരിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. കുരിശു ചുമന്നത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. ആണികളാൽ തറയ്ക്കപ്പെട്ടത് വിശുദ്ധ കുർബാനാണ്. കുരിശിൽ മരിച്ചത് വിശുദ്ധ കുർബാനയായി തീരുവാനാണ്. ഇത്രയും സഹിച്ചാണ് ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീരുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ആ കുർബാന നമുക്ക് അത്രയ്ക്കും സ്പെഷ്യൽ ആയിരിക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ആ കുർബാനയൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, ഹൃദയം തുടിക്കും. ഈശോയാണ് എൻ്റെ ഉള്ളിൽ വന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും.
വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് രണ്ട് ഒരുക്കമുണ്ട്. ഒന്ന് ആത്മീയ ഒരുക്കം, ഒന്ന് നമ്മുടെ ബാഹ്യമായ ഒരുക്കം. ആത്മീയ ഒരുക്കത്തില് നമ്മളൊരു ആത്മീയ കുംഭസാരം നടത്തണം. നമ്മളല്ലാതെ അച്ഛൻ്റെ അടുക്ക പോയി ഏറ്റുപറഞ്ഞ് അത് ഓരോ കുർബാനയ്ക്കും നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ നമ്മുടെ പാവങ്ങളെ കുറിച്ച് മനസ്തപിച്ച് നമുക്ക് ഇത് ചെയ്താലുണ്ടല്ലോ നമ്മുടെ കുർബാനയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ദൈവാനുഭവം ഫീൽ ചെയ്യും. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉടുപ്പിലും അലങ്കാരത്തിലും മറ്റുള്ളവരിലും ഒന്നും ശ്രദ്ധിക്കാതെ ഭയഭക്തിയോടും ശ്രദ്ധയോടും നിന്ന് കുർബാനയിൽ പങ്കുചേരുക. എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ, ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ. കർത്താവിനെ സ്വീകരിക്കുവാൻ സ്നേഹത്തോടെ ഹൃദയം ഒരുക്കുക. വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൈകളൊക്കെ കൂപ്പി, അല്ലെങ്കിൽ നമുക്ക് കുർബാനക്രമം പിടിക്കുന്നതാണ് ഏറ്റവും വലിയൊരു, നമുക്ക് നമ്മുടെ കുർബാനയുടെ ബുക്ക് കാണുമല്ലോ, അത് പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകാതെ ആ ബുക്കിലേക്ക് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം നമുക്ക് ആ കുർബാന അത്രയും ലൈക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇനി നമ്മളെ ബാഹ്യ ഒരുക്കത്തെ വെച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഈ മുഷിഞ്ഞ തുണി നമ്മൾ ഓൾറെഡി ഇട്ടത് നനയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്, അങ്ങനത്തെ തുണികളൊന്നും നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരരുത്. നമ്മൾ പുതിയതായിട്ട് ഇട്ടുകൊണ്ട് വരണം. തലേന്ന് ഇട്ടതോ അങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് വരാതെ അലക്കിയത് പുതിയതായിട്ടുള്ളത് ഇട്ടുകൊണ്ട് വരിക. ഇനി നമ്മൾ ഈ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അച്ഛന്മാരൊക്കെ ഇങ്ങനെ കുർബാനയൊക്കെ തരുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും പറ്റാൻ, അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇടാതിരിക്കുക മാക്സിമം. പിന്നെ ഈ മുടി ഇങ്ങനെ ഈ നമ്മളെ വായിന്റെ അവിടെ വരാതിരിക്കുന്ന രീതിയിൽ മുടി ഇങ്ങനെ ഒതുക്കി വെക്കണം എന്ന് എന്നെ സിസ്റ്റർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികളായ പിന്നെ ഇങ്ങനെ നെറ്റ് ധരിക്കണം. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു കുർബാന സ്വീകരിക്കാൻ വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് കുർബാന ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ എത്ര മാത്രം നമ്മൾ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു അത്രയും നമുക്ക് പരിശുദ്ധ കുർബാന അനുഭവവേദ്യമാണ്. നമുക്ക് വിശുദ്ധ കുർബാന എന്ന ഗിഫ്റ്റ് തരാൻ വേണ്ടി ഈശോ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഈശോ മനുഷ്യനായി അവതരിച്ചതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈശോ ഒത്തിരി സഹിച്ചു നമുക്ക് വേണ്ടി. നമുക്ക് കുർബാനയായി തീരാൻ വേണ്ടിയിട്ട് ഈശോ ഒത്തിരി സഹിച്ചു. കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മുടെ മനോഭാവം എങ്ങനായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു പ്രെയർ പോലെ അങ്ങനെ പഠിക്കാൻ തന്നായിരുന്നു. അത് നല്ല രസമാണ്, ഞാൻ വായിച്ചേക്കാം. ഈശോയെ, നീ മഹാപരിശുദ്ധനാകുന്നു. എൻ്റെ പാപങ്ങളെ വിചാരിച്ചാൽ നിന്നെ കൈക്കൊള്ളുവാൻ ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ നിന്നെ കൂടാതെ എനിക്ക് ജീവിപ്പാനും കഴിയില്ല. അതുകൊണ്ട് നിന്റെ പ്രസാദത്തിനും എൻ്റെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ ഞാൻ കൈക്കൊള്ളുന്നു. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ലൈനിൽ നടന്ന് നീങ്ങുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു കുഞ്ഞു പ്രാർത്ഥന, നല്ല രസം. എൻ്റെ ആത്മാവെ, നീ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ സകല വരപ്രസാദങ്ങളോടും കൂടെ നമ്മിൽ എഴുന്നള്ളി വരും. നാം അവനിൽ യോജിക്കുകയും ഒന്നായി വസിക്കുകയും ചെയ്യും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കുർബാനയെ പറ്റി, എനിക്ക് കുമ്പസാരം ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് കുമ്പസാരിക്ക് പോയത്. എനിക്ക് അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ ഇങ്ങനെ കുമ്പസാരിക്കാൻ പോയപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് എൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചു. അപ്പം അതിനൊക്കെ ഞാൻ ഭയങ്കര വിറക്കിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഉത്തരമൊക്കെ പറഞ്ഞ് പിന്നെ അച്ഛൻ പ്രായച്ചിത്തം പറഞ്ഞ് ഞാനത് ഇങ്ങനെ മുട്ടുകുത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഞാൻ തന്നെ അറിയാതെ എനിക്കിങ്ങനെ ഇങ്ങനെ വിങ്ങി ഇങ്ങനെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് എനിക്ക് പോലും അറിയാതെ എൻ്റെ ഒരു കൺട്രോൾ വിട്ടുപോയി. ഞാനങ്ങ് ഇരുന്നങ്ങ് ഭയങ്കര ഫീലായിരുന്നത്. പിന്നെ കുർബാനയെ പറ്റി പറയുന്നെങ്കിൽ അതിനപ്പുറമായിരുന്നു. ഞാനിങ്ങനെ കുർബാന സ്വീകരിച്ച് ഞാൻ ഇത്രയും നമ്മളിങ്ങനെ കുർബാനയിലൊക്കെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു ഫ്രഷ്നെസ്, ഒരു റിഫ്രഷ്നെസ്, അത് ആദ്യമായിട്ട് എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് തോന്നി. ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആണ് കിട്ടുന്നത്. പിന്നെ ഞാനീ സ്വീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ തന്നെ സിസ്റ്റർ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ വരുന്നപ്പം മുതൽ വന്ന് സ്വീകരിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ സിസ്റ്ററിന്റെ ചെവി വന്നിട്ട് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് എന്നെ പറഞ്ഞോണ്ടിരുന്നു. ഞാനപ്പം അപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് ഞാനിങ്ങ്
അപ്പോഴും എൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഈ കുർബാനയും കുമ്പസാരത്തിന്റെയും സമയത്ത് എൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ കരഞ്ഞ് അങ്ങനെ ആയിപ്പോയി. ഭയങ്കര ഇമോഷണൽ